എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് വിവരങ്ങൾ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിന്റെ അഡ്മിഷൻ സംബന്ധമായ ഡീറ്റെയിൽസ്, മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് എങ്ങനെയാണ്, കോളേജ് ജോയിനിങ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി അയക്കുന്നത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ വിവരങ്ങൾ. ഞാനും പറഞ്ഞിരുന്നു വീഡിയോ ചെയ്യുമെന്നൊക്കെ. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയി നോക്കാം. വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എസ്.ഇൻ FIUGP 2020/FIUGP 2026 ചെയ്ത അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എസ്.ഇൻ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിനിൽ അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എസ്.ഇൻ/FIUGP FIUGP 2026 അലോട്ട്മെന്റ് പരിശോധിക്കാൻ സാധിക്കും. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. കോളേജ് പ്രവേശനം ജൂൺ 26, അതുപോലെ തന്നെ 27, 29 തീയതികളിൽ നടക്കും കേട്ടോ. ജൂൺ 25 കൊടുത്തിട്ടുണ്ടെങ്കിലും 25 പൊതു അവധിയാണല്ലോ. അപ്പോൾ അവിടെ പ്രവേശനം നടക്കാത്തൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഇപ്പം 26, 27, 29 തീയതികളിലായിരിക്കും മിക്കവാറും അഡ്മിഷൻ നടക്കുക. അവിടെ ഞാനൊരു അഡ്മിഷൻ ഷെഡ്യൂൾ ഈ അഡ്മിഷൻ ഷെഡ്യൂൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് 26, 27, 29 തീയതികളിലായിരിക്കും അഡ്മിഷൻ നടക്കാൻ കുറച്ചും കൂടി സാധ്യത കൂടുതൽ. കാരണം 25 എന്നുള്ളത് ഒരു പൊതു അവധിയാണ്. അത് എന്തുകൊണ്ടാണ് അഡ്മിഷൻ ഡേറ്റിലെ 25 ഇട്ട് എന്നുള്ളതിന് കേരള യൂണിവേഴ്സിറ്റിയാണ് വിശദീകരണം നൽകേണ്ടത്. നമ്മൾ അവരുമായിട്ട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അറിയിക്കും. പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ചവർ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. ആദ്യ ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ വീണ്ടും ഫീസ് അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ടതില്ല. അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിക്കാതെ സെക്കൻഡ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാൻഡറ്ററി ഫീസ് അടയ്ക്കണം. ആദ്യത്തെ അലോട്ട്മെന്റിൽ ലഭിച്ച് ഫീസ് അടച്ചിട്ടുള്ളവർ വീണ്ടും അടയ്ക്കേണ്ടതില്ല. അലോട്ട്മെന്റ് ലഭിച്ച് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ്, കോഴ്സ്, കാറ്റഗറി, അഡ്മിഷൻ തീയതി തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കാം. അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടയ്ക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കുകയുള്ളൂ. അതിൽ ലഭിച്ച കോളേജ് ഏതാണെന്നും കോഴ്സ് ഏതാണെന്നും കാറ്റഗറി, അഡ്മിഷൻ ഡീറ്റെയിൽസ്, മറ്റ് തീയതി, മറ്റ് തുടങ്ങിയ വിവരങ്ങൾ അതിലുണ്ടാവും. ഇനി അടുത്ത് നോക്കാം. അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിക്കുള്ളിൽ കോളേജിൽ ഹാജരാകാൻ സാധിക്കാത്തവർ അതാത് കോളേജിലെ പ്രിൻസിപ്പൽമാരുമായി ബന്ധപ്പെടണം. അലോട്ട്മെന്റിൽ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിലാണ് നിങ്ങൾ കോളേജിൽ ഹാജരാവേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ ഇൻ കേസ് ആ ഡേറ്റ് കോളേജിൽ ഹാജരാകാൻ പറ്റില്ലെങ്കിൽ ആ വിവരം പ്രിൻസിപ്പലിനെ അറിയിക്കേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തിയതിനാൽ പുതിയ അലോട്ട്മെന്റ് ലഭിച്ചവർ പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരായി നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുൻ അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. ജൂൺ 30 മുമ്പ് പുതിയ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം അലോട്ട്മെന്റ് നഷ്ടമാകുന്നതാണ്. അതായത് മുൻ അലോട്ട്മെന്റിൽ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു, ഹയർ ഓപ്ഷൻ നിലനിർത്തി, എന്നിട്ട് തുടർന്നിരിക്കുകയാണെങ്കിൽ, ടെമ്പററി ഓർ പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻ എടുത്ത് തുടർന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ടാം അലോട്ട്മെന്റിൽ പുതിയതായി ഒരു ഓപ്ഷൻ കിട്ടി. അങ്ങനെയെങ്കിൽ എന്താണ്, ആദ്യം ലഭിച്ച അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടില്ല, പുതിയതായി ലഭിച്ച ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും എന്നാണ്. ജൂൺ 30 മുമ്പ് ആദ്യം പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരായി നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുൻ അഡ്മിഷനിൽ തുടരാൻ സാധിക്കില്ല. സാധിക്കുന്നതല്ല. ജൂൺ 30 സമയം. താൽക്കാലിക അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ സൗകര്യം രണ്ടാം ഘട്ട അലോട്ട്മെന്റ് മുതൽ ലഭ്യമല്ല. സംശയം തീർന്നല്ലോ. നിങ്ങൾക്ക് ഈ രണ്ടാം അലോട്ട്മെന്റിൽ ടെമ്പററി എടുക്കാൻ പറ്റില്ല. പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ചവർ കോളേജിലെ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ TC ഉൾപ്പെടെ കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ എന്തില്ല, ടെമ്പററി അഡ്മിഷൻ ഇല്ല. എന്തായാലും പെർമനന്റ് അഡ്മിഷൻ തന്നെ എടുക്കണം എന്നാണ് മാൻഡറ്ററി ആയിട്ട് ഇവിടെ പറഞ്ഞത്. ടെമ്പററി അഡ്മിഷൻ ഒരു സാധനം ഇല്ല. നിലവിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്തവർ രണ്ടാം ഘട്ടത്തിൽ
അലോട്ട്മെൻറ്റ് മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും കോളേജിൽ നേരിട്ട് ഹാജരായി നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായും സ്ഥിരപ്രവേശനം എടുക്കേണ്ടതാണ്. ഇപ്രകാരം താൽക്കാലിക അഡ്മിഷൻ എടുക്കാത്തവർക്ക് സ്ഥിര അഡ്മിഷനിലേക്ക് മാറുന്നതിനുള്ള അവസാന തീയതി, താൽക്കാലിക അഡ്മിഷൻ എടുത്തവർക്ക് സ്ഥിര അഡ്മിഷനിലേക്ക് മാറുന്നതിനുള്ള തീയതി ജൂൺ 30 അതിനുള്ള സ്ഥിര അഡ്മിഷൻ അതിനായുള്ള സ്ഥിര അഡ്മിഷൻ എടുക്കാത്തവരുടെ അഡ്മിഷൻ നഷ്ടമാകുന്നതാണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ച് ടെമ്പററി അഡ്മിഷൻ എടുത്ത് തുടർന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ കോളേജ് തന്നെയായിരിക്കും കിട്ടിയത്. ഇപ്പം ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ടെമ്പററി അഡ്മിഷൻ എടുത്തത്. ഇപ്പം 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടിക്ക് 4ാമത്തെയോ 3ാമത്തെയോ 2ാമത്തെയോ 1ാമത്തെ കിട്ടാൻ വേണ്ടിയായിരിക്കും ടെമ്പററി അഡ്മിഷൻ എടുത്തത്. കുറേ കുട്ടികൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും, എന്നാൽ കുറേ കുട്ടികൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ടാവും. 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ട് 4, 3, 2, 1 ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് 5ാമത്തെ ഓപ്ഷൻ തന്നെ വന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ കോളേജിൽ ഹാജരായി നിശ്ചിത ഫീസ് അടച്ച് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉള്ള ടെമ്പററി അഡ്മിഷൻ പെർമനന്റ് ആക്കണം. ഇതിനായുള്ള സമയം ജൂൺ 30 ജൂൺ 30 ഇതിനായുള്ള സമയം. സ്ഥിര അഡ്മിഷൻ എടുക്കാത്തവരുടെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ അവിടെ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ സ്ഥിര അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടും. 2ാം ഘട്ട അലോട്ട്മെന്റിൽ സ്ഥിര അഡ്മിഷൻ എടുക്കുന്നവരെയും താല്പര്യമുള്ള പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെന്റുകളിൽ പുതിയ ഓപ്ഷനുകൾ സമർപ്പിച്ച് പങ്കെടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്കുള്ളൊരു പ്ലസ് പോയിന്റ് ആണ്, നിങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെടാത്ത കോളേജാണ് വീണ്ടും കിട്ടി സ്ഥിര അഡ്മിഷൻ പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും താല്പര്യമുള്ള പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെന്റുകളിൽ പുതിയ ഓപ്ഷനുകൾ സമർപ്പിച്ച് പങ്കെടുക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്തു എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇനി വരുന്ന അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, പേടിക്കണ്ട. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും മാർക്ക് ലിസ്റ്റോ ഡൗൺലോഡ് ചെയ്തെടുത്ത് വിദ്യാർത്ഥി പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയോ അഡ്മിഷൻ സമയത്ത് ഹാജരായാൽ മതിയാവും. നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്തതിനാൽ ഡിജി ലോക്കറിൽ നിന്ന് എടുക്കുന്നു, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ വെബ്സൈറ്റിൽ നിന്ന് പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയതോ മതിയാകും. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ID നിർബന്ധമായും ഉണ്ടാക്കേണ്ടതാണ്. അതിന് നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്തിന് മുമ്പായി www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യണം. അബാർ IDയുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇടാം. അബാർ IDയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ്. ബൈ.